കുറച്ചു പേർ എല്ലാ വാല്യൂസും വെർച്യൂസും മുറുകെ പിടിക്കുകയും വേറെ കുറേ ആളുകൾ ഒരു വെർച്യൂസും വാല്യൂസിനും യാതൊരു വിലയും കൊടുക്കാതെ സ്വാർത്ഥമായിട്ട് ജീവിക്കുകയും ചെയ്യുമ്പോൾ വെർച്യൂസ് അവിടെ അബ്യൂസ് ചെയ്യപ്പെടും. ചിന്തിക്കണം, രാജഭരണകാലത്തിൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ പാടില്ല, തിരുവായ്ക്ക് എതിർവായില്ല. ജനാധിപത്യ കാലത്ത് ഭരിക്കുന്നവർ ചോദ്യം ചെയ്യപ്പെടണം. അപ്പം ചോദ്യം ചെയ്യാനുള്ള ട്രെയിനിങ് ആണ് നമുക്ക് വേണ്ടത്. നിങ്ങളുടെ കയ്യിൽ കൊണ്ടു നടക്കുന്ന ഒരു ക്വാളിറ്റി, ഒരു വാല്യൂ എല്ലാ സ്ഥലങ്ങളിലും ഉപയോഗിക്കാൻ പറ്റിയതായിരിക്കും, എല്ലാ ആളുകളോടും ഉപയോഗിക്കാൻ പറ്റിയതായിരിക്കും. അവിടെ ആളും തരവും സമയവും സാഹചര്യവും ഒക്കെ നോക്കിയിട്ട് വേണം വാല്യൂസ് ഉപയോഗിക്കാൻ. അമിതമായാൽ അമൃതും വിഷം, ഇങ്ങനൊരു പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ടോ? അമിതമായാൽ അമൃതും വിഷം. ഇത് അമൃത് കഴിക്കുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം, കാരണം അത് അമിതമായ പ്രശ്നമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള പഴഞ്ചൊല്ലല്ലോ. പഴഞ്ചൊല്ലി എപ്പോഴും ഒരു ഉദാഹരണമല്ലേ. അപ്പോൾ അമൃതം എന്നതുകൊണ്ട് അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? മനുഷ്യനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്ന സാധനത്തെയാണ് അമൃതം എന്ന വാക്ക് കൊണ്ട് സൂചിപ്പിക്കുന്നത് കേട്ടോ. മനുഷ്യനെ മരണത്തിൽ നിന്ന് രക്ഷിപ്പിക്കുന്ന ആ മൃതം, മൃതമാകാതെ നമ്മളെ സംരക്ഷിക്കുന്ന എന്തോ ഒന്നിനെ ഒരു ദിവ്യവസ്തുവായിട്ടാണ് കാണുന്നത് അമൃതം. അതിന് ഫിലോസഫിക്കലി പറയുകയാണെങ്കിൽ അത് പോസിറ്റീവ് ക്വാളിറ്റീസിനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, അറിവിനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ജ്ഞാനാമൃതം എന്നൊക്കെ പറയും. അമിതമായാൽ അമൃതും വിഷം. അതായത് വളരെ നല്ലൊരു സാധനമാണെങ്കിലും അത് അളവിൽ കൂടുന്ന സമയത്ത് വിഷമായിട്ട് പരിണമിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഓക്സിജൻ. നമുക്ക് ജീവൻ നിലനിൽക്കുവാൻ ഓക്സിജൻ വേണം. ബട്ട് ഓക്സിജൻ നിങ്ങൾ അതിൻ്റെ ആ ഒരു യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റിൽ ഉൾപ്പെടുന്ന രീതിയിലല്ലാതെ ഓക്സിജൻ നിങ്ങളുടെ ഉള്ളിലേക്ക് അമിതമായിട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾ മരിക്കും. വെള്ളം, നമ്മുടെ ശരീരം നിലനിൽക്കാൻ വെള്ളം വേണം. പക്ഷെ നിങ്ങളൊരു 10 ലിറ്റർ വെള്ളം ഒറ്റയടിക്ക് അങ്ങോട്ട് കുടിച്ചു നോക്കൂ, ആൾ മരിച്ചു പോകും. ഇങ്ങനെ പല സാധനങ്ങളും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതാണ്. ഷുഗർ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതാണ്. പക്ഷെ അമിതമായിട്ട് കൂടിപ്പോയാൽ നമ്മളത് കേടുവരുത്തും. അപ്പോൾ വളരെ നല്ല സാധനങ്ങൾക്കും വളരെ മോശമായിട്ടുള്ള ഒരു ഇഫക്റ്റും കൂടെ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയാമോ? ഈ സാധനം എന്ത് എന്നുള്ളതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് അതിൻ്റെ ഡോസേജ് എത്ര എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിയാൽ മതി. അതിൻ്റെ ഡോസേജിൽ വ്യത്യാസം വരുമ്പോഴാണ് അത് വിഷമായിട്ട് മാറുക. നല്ല സാധനവും വിഷമായിട്ട് മാറും. ആ കൂട്ടത്തിൽ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് നമ്മുടെ വെർച്യൂസാണ്, നമ്മുടെ ഗുഡ് ക്വാളിറ്റീസ്. നമ്മൾ നല്ല ഗുണങ്ങൾ എന്ന് പറഞ്ഞ് പരമ്പരാഗതമായി പഠിപ്പിച്ചിരുന്ന പല ഗുണങ്ങളും ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ ശരിയായ അളവിലല്ലാതെ പോകുന്ന അവസ്ഥകൾ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് ആ ക്വാളിറ്റീസ് ഉപയോഗിക്കുന്നവർ തന്നെ ബുദ്ധിമുട്ടുന്നുണ്ട്. മനുഷ്യന് വെർച്യൂസും വാല്യൂസും ആവശ്യമായിട്ട് വരുന്നത് മനുഷ്യൻ സാമൂഹ്യ ജീവിയായിട്ട് ജീവിക്കേണ്ടി വന്നതുകൊണ്ടാണ്. നമ്മൾ ഒറ്റയ്ക്കൊരു ദ്വീപിൽ ജീവിക്കുകയാണെങ്കിൽ നമുക്കൊരു വെർച്യൂസും ആവശ്യമില്ല. നമ്മൾ മറ്റുള്ള മനുഷ്യരുടെ കൂടെ ജീവിക്കുമ്പോൾ വെർച്യൂസ് വേണം. സ്നേഹം വേണം, കരുണ വേണം, സഹാനുഭൂതി വേണം, ക്ഷമിക്കാൻ കഴിയണം, പൊറുക്കാൻ കഴിയണം, മറക്കാൻ കഴിയണം, ഒക്കെ വേണം. നല്ല കുറേ ക്വാളിറ്റീസ് നമുക്ക് വേണം. പക്ഷേ എന്താ സംഭവിക്കുന്നതെന്ന് അറിയുമോ? നമ്മൾ കുറച്ചു പേർ എല്ലാ വാല്യൂസും വെർച്യൂസും മുറുകെ പിടിക്കുകയും വേറെ കുറേ ആളുകൾ ഒരു വെർച്യൂസും വാല്യൂസിനും യാതൊരു വിലയും കൊടുക്കാതെ സ്വാർത്ഥമായിട്ട് ജീവിക്കുകയും ചെയ്യുമ്പോൾ ഈ വെർച്യൂസ് അവിടെ അബ്യൂസ് ചെയ്യപ്പെടും. കാരണം വെർച്യൂസ് എപ്പോഴും സോഫ്റ്റ് വാല്യൂസാണ്, അത് അബ്യൂസ് ചെയ്യപ്പെടും. അങ്ങനെ സ്വന്തം ജീവിതം നശിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിനുള്ള റീസൺ, പണ്ട് കാലത്ത് വെർച്യൂസും വാല്യൂസും എല്ലാവരും നിർബന്ധിതരായിട്ട് അനുസരിക്കണമായിരുന്നു. ഉദാഹരണത്തിന് അനുസരണ എന്ന ഗുണം, അനുസരണ ഒരു നല്ല ഗുണമാണെന്നാണ് നമ്മളെ പഠിപ്പിച്ചിരുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? രാജാവിനെ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ രാജാവിനെ അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ നമ്മളെ കൊന്നുകളയും. അപ്പോൾ ചെറുപ്പം മുതൽ തന്നെ അച്ഛനമ്മമാരെ അനുസരണ പഠിപ്പിക്കും. കാരണം ചെറുപ്പം മുതലേ അനുസരണ എന്ന ക്വാളിറ്റി പഠിപ്പിച്ചില്ലെങ്കിൽ വളർന്നു വലുതായ രാജാവിനെയും പോയി ചോദ്യം ചെയ്ത് കളയും, അപ്പോൾ തല പോവും. അപ്പോൾ അനുസരണ പഠിപ്പിക്കണം. ജനാധിപത്യ രാജ്യത്തിൽ ഭരണാധികാരികളെ ചോദ്യം ചെയ്യാനാണ് പഠിക്കേണ്ടത്. ചിന്തിക്കണം, രാജഭരണകാലത്തിൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ പാടില്ല, തിരുവായ്ക്ക് എതിർവായില്ല എന്നാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ രാജഭരണകാലത്ത്, ജനാധിപത്യ കാലത്ത് ഭരിക്കുന്നവർ ചോദ്യം ചെയ്യപ്പെടണം. അപ്പോൾ ചോദ്യം ചെയ്യാനുള്ള ട്രെയിനിങ് ആണ് നമുക്ക് വേണ്ടത്. പക്ഷേ നമ്മളിപ്പോഴും അനുസരണ നല്ല ഗുണമായിട്ടാണ് പഠിപ്പിക്കുന്നത്. അനുസരണ ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉണ്ടാകാവൂ എന്നും അത്യാവശ്യ ഘട്ടങ്ങളിൽ ചോദ്യം ചെയ്യാൻ പഠിക്കണമെന്നും എന്നാണ് ഇവിടെ ട്രെയിനിങ് വേണ്ടത്. പക്ഷേ രാജഭരണം മാറി ജനാധിപത്യമൊക്കെ വന്നിട്ടും നമ്മൾ ആ സിസ്റ്റം, ആ എഡ്യൂക്കേറ്റിംഗ് സിസ്റ്റം, ആ ബിലീഫ് സിസ്റ്റം മാറ്റിയിട്ടൊന്നുമില്ല. ഇതുപോലെ ഒരുപാട് വാല്യൂസ് കിടക്കുന്നുണ്ട്. ഒരാൾ തൻ്റെ ജീവിതത്തിൽ സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വെർച്യൂ, ആ വെർച്യൂവിനോട് ആ ആൾക്കൊരു താതാത്മ്യം സംഭവിക്കും.
താതാത്മ്യം സംഭവിച്ചു കഴിഞ്ഞാൽ 2-3 തരത്തിൽ അത് അമിതമായി അതിനൊരു നിയന്ത്രണമൊന്നുമില്ലാതെ എല്ലായിടത്തും വാരി വിതറുന്ന പോലെ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 2-3 വിധത്തിൽ ആ വ്യക്തിക്കോ അല്ലെങ്കിൽ കൂടെയുള്ള വ്യക്തികൾക്കോ അത് ബുദ്ധിമുട്ടായിട്ടും ഭവിക്കും. ഇതെങ്ങനെയൊക്കെയാണ് തെറ്റായി പോകാമെന്ന് വെച്ചാൽ, നിങ്ങളുടെ കയ്യിൽ കൊണ്ടു നടക്കുന്ന ഒരു ക്വാളിറ്റി, ഒരു വാല്യൂ എല്ലാ സ്ഥലങ്ങളിലും ഉപയോഗിക്കാൻ പറ്റിയതായിരിക്കില്ല, എല്ലാ ആളുകളോടും ഉപയോഗിക്കാൻ പറ്റിയതായിരിക്കില്ല. അവിടെ ആളും തരവും സമയവും സാഹചര്യവും ഒക്കെ നോക്കിയിട്ട് വേണം വാല്യൂസ് ഉപയോഗിക്കുവാൻ. പക്ഷെ നമ്മൾക്ക് ആ നോളജ് ഇല്ല എന്ന് വിചാരിച്ചോ, ഇത് എവിടെ ഉപയോഗിക്കാനുള്ളതാണെന്നുള്ള നോളജ് ഇല്ല എന്ന് വിചാരിച്ചോ, പക്ഷെ ആ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ ആ വാല്യൂ നമ്മൾ ആസ്ഥാനങ്ങളിലൊക്കെ കൊണ്ടുപോയി ഉപയോഗിക്കും. അപ്പോൾ അത് ഗുണത്തിലേറെ ദോഷം ചെയ്യും. രണ്ടാമത്തത്, ഒരു വാല്യൂ നമ്മൾ വളരെ മുറുകെ പിടിച്ചിരിക്കുന്നൊരു വാല്യൂ, ആ വാല്യൂ ഏത് സാഹചര്യത്തിൽ നമ്മൾ കൈവിടില്ല എന്നുള്ളൊരു ഫിക്സഡ് മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ വാല്യൂ കൈവിടേണ്ട ഒരു സിറ്റുവേഷൻ, ശരിക്കും ധാർമ്മികമായിട്ട് ആ വാല്യൂ കൈവിടുമ്പോഴാണ് അവിടെ നന്മ സംഭവിക്കുക എന്ന് പറയുന്നൊരു പോയിന്റ് വന്നേക്കാം. അപ്പോൾ അതവിടെ കൈവിടേണ്ടി വരും. അത് സാഹചര്യത്തിനനുസരിച്ച് ധാർമ്മിക മൂല്യങ്ങളിൽ വ്യത്യാസം വരും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇന്ന് ഒരു വാല്യൂ കയ്യിൽ മുതലാക്കി വെക്കുന്നു, ഒരു 10 കൊല്ലത്തിന് ശേഷം നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യം ഇന്നത്തെ സാഹചര്യം ആയിരിക്കില്ല. അപ്പോൾ നമ്മുടെ വാല്യൂവിൽ ചേഞ്ച് വരുത്തേണ്ടി വരും നമ്മൾ. പക്ഷേ വാല്യൂവിൽ ചേഞ്ച് വരുത്താൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ നമ്മൾ മൂലം മറ്റുള്ളവർക്കോ അല്ലെങ്കിൽ നമുക്ക് തന്നെയോ ഹാം സംഭവിക്കും. അവിടെയാണ് വാല്യൂ ഷാഡോ ആയി മാറുന്നത്. ഇത് മനസ്സിലാക്കി തരാൻ ഏറ്റവും നല്ല ഉദാഹരണം വെളിച്ചമാണ്. വെളിച്ചം 100% നല്ല കാര്യമാണ് എന്നൊരഭിപ്രായം നമുക്ക് പറയാൻ പറ്റില്ല. വെളിച്ചത്തിൻ്റെ ഒരളവിൽ വെളിച്ചം നിൽക്കുകയാണെങ്കിൽ മാത്രമാണ് വെളിച്ചം നല്ലതായിരിക്കുകയുള്ളൂ. ഈ ലോകത്തിൽ മുഴുവൻ വെളിച്ചം നൽകുന്ന സൂര്യൻ ഈ ലോകത്തിലുള്ള സകല വസ്തുക്കൾക്കും ഒരു നിഴൽ വീഴ്ത്തുന്നുണ്ട്. സൂര്യനുണ്ടോ നിഴലുണ്ട്. എന്തിൽ വെളിച്ചം തട്ടുന്നോ അതിനൊരു നിഴൽ വീഴും. ഇതുപോലെ നന്മകൾക്കും ഒരു ഷാഡോ ഉണ്ട്. നന്മകൾക്ക് നല്ല, ഈ ലോകത്തിലുള്ള സകല സാധനങ്ങൾക്കും ഒരു മറുവശമുണ്ട്. അതങ്ങോട്ട് ചിന്തിച്ചാൽ മതി, കാര്യം ക്ലിയർ ആവും. ഈ ലോകത്തിലുള്ള സകലതിനും മറുവശമുണ്ട്. അത് നമ്മുടെ വെർച്യൂസിനും മറുവശമുണ്ട്. ഹിഡൻ സൈഡ്, ഒരു ഷാഡോ സൈഡ് അതിനുണ്ട്. അങ്ങനെയാണ് ഈ ഭൂമി പോലും ഒരു വശം ഇരുണ്ടും ഒരു വശം വെളിച്ചത്തിലുമാണ് എപ്പോഴും കാണപ്പെടുന്നത്. ഭൂമിയിലുള്ള സകല കാര്യങ്ങൾക്കും 2 വശമുണ്ട്. പ്രകാശം എങ്ങനെയാണ്? കൃത്യമായൊരു അളവിൽ പ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് വസ്തുക്കളെ കാണാൻ പറ്റുള്ളൂ. പ്രകാശം അമിതമായിട്ടൊരു സ്ഥലത്ത് കൂടിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് വസ്തുക്കളെ കാണാനുള്ള കഴിവുണ്ടാവില്ല. നമ്മുടെ കണ്ണിന് അത്രയും വെളിച്ചത്തിൽ വസ്തുക്കളെ കാണാൻ കഴിയില്ല. പ്രകാശം അമിതമായിട്ട് കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് വസ്തുക്കളെ കാണാൻ കഴിയില്ല. ഫോട്ടോഗ്രാഫ്സോ വല്ലവരും ഉണ്ടെങ്കിൽ, ഈ വീഡിയോഗ്രാഫിയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇത് നല്ലപോലെ അറിയാൻ പറ്റും. വെളിച്ചം അമിതമായാലും ഫോട്ടോ നന്നായിരിക്കില്ല, വെളിച്ചം തീരെ ഇല്ലാതെയാലും ഫോട്ടോ നന്നായിരിക്കില്ല. കൃത്യമായ അളവിലുള്ള വെളിച്ചം അവിടെ ഉണ്ടാകുമ്പോഴാണ് ഫോട്ടോ നന്നായിരിക്കും. ഇതുപോലെയാണ് വെർച്യൂസ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് സ്നേഹം എന്നതൊരു നല്ല വെർച്യൂയാണ് അല്ലേ? മനുഷ്യരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന, മനുഷ്യരെ ഒന്നാക്കി നിലനിർത്തുന്ന പശ എന്നാണ് നമ്മൾ സ്നേഹത്തെ വിളിക്കുന്നത്. മനുഷ്യരെ അതിലാണ് കോർക്കപ്പെട്ടിരിക്കുന്നത്. ഈ ലോകം കോർക്കപ്പെട്ടിരിക്കുന്നത് സ്നേഹത്തിലാണ്. സ്നേഹം എന്ന വാല്യൂ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എല്ലാവരും തമ്മിൽ തല്ലി മരിക്കും. കുറച്ചെങ്കിലും സ്നേഹം ഉള്ളത് കൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ പോകുന്നത്. നല്ല കാര്യമാണ്. ബട്ട് സ്നേഹത്തിൻ്റെ ഷാഡോ സൈഡുകളുണ്ട്. സ്നേഹം ഉപയോഗിക്കേണ്ട പോലെ, ഉപയോഗിക്കേണ്ട സ്ഥലത്ത്, ഉപയോഗിക്കേണ്ട ആളോട്, ഉപയോഗിക്കേണ്ട അളവിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അതിന് പല അവസ്ഥാന്തരങ്ങളുണ്ടാവും സ്നേഹത്തിന്. അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രശ്നങ്ങളുണ്ടാകാം. അതാണ് അത്. സ്നേഹം അതിൻ്റെ കൃത്യമായ കോമ്പണൻസ് ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പക്ഷേ സ്നേഹത്തിൻ്റെ ബ്രേക്ക് പോകുന്ന അവസ്ഥകളുണ്ട്. സ്നേഹം കൊണ്ട് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന പോയിൻ്റ് ഏതാണെന്നറിയോ? സ്നേഹം പോസസീവ്നെസ്സായി മാറുന്ന പോയിൻ്റാണ്. നമ്മൾക്ക് സ്നേഹമുള്ളൊരു വ്യക്തി നമ്മളെ മാത്രമേ സ്നേഹിക്കാവൂ എന്ന പോയിന്റിലേക്ക് പോകുമ്പോൾ സ്നേഹവ്യാപാരമാണത്. പോസസീവ്നെസ് എന്ന വാക്കിൻ്റെ മലയാള അർത്ഥം കൈവശാവകാശം എന്നാണ്. അത് നമ്മളൊരു ലാൻഡൊക്കെ വാങ്ങി നമ്മുടെ പേരിൽ ആധാരം എഴുതി കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെയാണല്ലോ. ആ വസ്തുവിനെ ക്രയവിക്രയം ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്കാണല്ലോ. ആധാരത്തിൽ എഴുതിയിട്ടുണ്ടാവും, ഈ വസ്തുവിന്മേലുള്ള പൂർണ്ണ ക്രയവിക്രയ സ്വാതന്ത്ര്യം ഈ വ്യക്തിക്ക് എഴുതി കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എഴുതിയിട്ടുണ്ടാവും. ഇതുപോലെ ഒരു വ്യക്തിയെ നമ്മൾ സ്നേഹം കാരണം നമ്മുടേതാണെന്ന് വിചാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ മേലുള്ള സമ്പൂർണ്ണ ക്രയവിക്രയ സ്വാതന്ത്ര്യമുള്ള വ്യക്തിയാണ് ഞാൻ എന്ന തോന്നൽ ഉണ്ടാവുമ്പോഴാണ് സ്നേഹം പോസസീവ്നെസ്സായി മാറുന്നത്. സ്നേഹം പോസസീവ്നെസ്സായി മാറിക്കഴിഞ്ഞാൽ 2 പേരുടെയും സ്വൈരം പോകും. സ്നേഹിക്കുന്ന വ്യക്തിയുടെയും സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയുടെയും സ്വൈരം പോകും. അതാണ്. സ്നേഹിക്കുന്ന വ്യക്തി എപ്പോഴും ഡിസ്റ്റർബ് ആയിരിക്കും. ആ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇയാളുടെ ഡിമാൻഡുകൾ കാരണം ഡിസ്റ്റർബ് ആയിരിക്കും.
ആ ആള് എന്നെ മാത്രമേ സ്നേഹിക്കാവൂ. എനിക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം ഈ ലോകത്ത് വേറെ ആർക്കും കൊടുക്കുവാൻ ആ വ്യക്തിക്ക് സ്വാതന്ത്ര്യമില്ല. ആ വ്യക്തി മറ്റൊരാളുടെ കൂടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവരുത്. ആ വ്യക്തിക്ക് മറ്റൊരാളുടെ കൂടെ കളിചിരിയും തമാശയും ചെയ്യാൻ പാടില്ല. ആ വ്യക്തി മറ്റൊരാൾ കാരണം സന്തോഷിക്കാൻ പോലും പാടില്ല. ഞാൻ കാരണമേ സന്തോഷിക്കാൻ പാടുള്ളൂ. എൻ്റെ കൂടെ ഇരുന്നിട്ടേ സന്തോഷിക്കാൻ പാടുള്ളൂ. വേറെ അവരുടെ മുന്നിൽ എന്താ അത്രയും സന്തോഷം എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ ആ വ്യക്തിയുടെ സന്തോഷത്തിന് ഞാൻ മാത്രമേ റീസൺ ആവാൻ പാടുള്ളൂ എന്ന രീതിയിലേക്കായി പോകും. സ്നേഹത്തിൻ്റെ ഏറ്റവും വൾഗറായിട്ടുള്ള, സ്നേഹത്തിൻ്റെ ഏറ്റവും ഭീകരമായിട്ടുള്ള മുഖമാണത്. സ്നേഹിച്ച് കൊല്ലുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അതിങ്ങനെയാണ്. ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യം പോയി. അവിടെ സ്നേഹം ശരിക്കും പറഞ്ഞ ഉടമസ്ഥാവകാശ ബോധമാണ്. അത് സ്നേഹത്തിൻ്റെ ഏറ്റവും വിരൂപമായൊരു മുഖമാണ്. സ്നേഹിക്കുന്നവനും സ്നേഹിക്കപ്പെടുന്നവനും ഡിസ്റ്റർബ് ആകുന്ന പോയിൻ്റാണ്. മനുഷ്യനൊരു വസ്തുവല്ലെന്നും അതിൻ്റെ മേലെ സമ്പൂർണ്ണ ക്രയവിക്രയാവകാശം നമുക്ക് നേടാൻ പറ്റില്ലെന്നും അതൊരു വ്യക്തിയാണെന്നും ആ വ്യക്തിക്കും സ്വന്തമായൊരു മനസ്സുണ്ടെന്നും ആ വ്യക്തിക്ക് എപ്പോൾ വേണമെങ്കിൽ നമ്മളൊന്നും വേണ്ടാത്തൊരവസ്ഥ വേണമെങ്കിൽ പ്രഖ്യാപിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും നമുക്ക് ബോധം വേണം. സ്നേഹം പിടിച്ചു വാങ്ങാൻ പറ്റാത്തൊരു ഇമോഷനാണെന്നും നമുക്ക് ബോധം വേണം. നിങ്ങളത് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കും തോറും അവിടെ സ്നേഹത്തിൻ്റെ സാധ്യത കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. സ്നേഹം എന്ന വികാരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നിങ്ങൾക്ക് ആ വ്യക്തിയുടെ സ്നേഹം ഉണ്ടാകുവാനുള്ള, ആ വ്യക്തിയിൽ നിന്ന് ഇങ്ങോട്ട് സ്നേഹം ഒഴുകുവാനുള്ള ക്വാളിറ്റി ഇവിടെ മെയിൻറ്റെയിൻ ആകുമ്പോൾ അത് വരും. എന്നാലും ഉറപ്പൊന്നുമില്ല, വന്നാൽ വരും. ആ ആൾക്കും കൂടെ തോന്നണം സ്നേഹം ഉണ്ടാവാൻ. നിങ്ങൾക്ക് അതില്ലാന്ന് വിചാരിച്ചു, ആ സ്നേഹം ഇങ്ങോട്ട് ഒഴുകുന്നില്ല എന്ന് വിചാരിച്ചു, നിങ്ങൾക്ക് എന്ത് ചെയ്താലും അത് വരുത്താൻ പറ്റില്ല. കാരണം അത് തോന്നിയാലേ വരുള്ളൂ. അത് പിഴിഞ്ഞെടുക്കാൻ കിട്ടില്ല. അതിന് ഡിമാൻഡ് ചെയ്യും തോറും ഈ സ്നേഹിക്കുവാൻ ഡിമാൻഡ് ചെയ്യുന്ന വ്യക്തിയോട് വെറുപ്പുണ്ടായിക്കൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. അങ്ങനെയും ചെയ്യാൻ പറ്റില്ല. ഈ കോമൺ സെൻസ് പോലും ഇല്ലാതെ സ്നേഹത്തിന് വേണ്ടി എരന്ന് നടക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? എന്താ അവരോടൊക്കെ പറയുക? അതാണ് ഞാൻ പറഞ്ഞു വന്നെന്താ, സ്നേഹം പൊസസീവ്നെസ്സായി മാറിക്കഴിഞ്ഞാൽ രണ്ട് കൂട്ടരും ബുദ്ധിമുട്ടും. സ്നേഹം എന്ന ഇമോഷൻ്റെ ഒരു തരം വികൃതമായ ഒരു ഭാവമാണത്. ദ ഷാഡോ ഓഫ് ലവ്, ദാറ്റ് ഈസ് പൊസസീവ്നെസ്. ഒരു ഷാഡോ, പല ഷാഡോ ഉണ്ട്. ഈ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ലൈറ്റ് ഇട്ട പോലെ ഒരാൾക്ക് 8 ഷാഡോ ഉണ്ടാവും, 10 ഷാഡോ ഉണ്ടാവും, കണ്ടിട്ടില്ലേ?